ഇന്ന് ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാമാണ്. ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലിജൻ ഇൻ ദ വേൾഡ്. അതിന്റെ അടുത്തെങ്ങും എത്തുവാൻ മറ്റൊരു മതത്തിനും അടുത്ത കാലത്തെങ്ങും സാധിക്കില്ല. എന്തുകൊണ്ടാണ് ഇസ്ലാമോഫോബിയ, ഇസ്ലാമിനെ ഭയപ്പെടണം, ഇസ്ലാമിനെ വെറുക്കണം എന്നുള്ള അമേരിക്കൻ അജണ്ട നടപ്പിലാകാതെ ഈ പ്രചരണത്തിന്റെ മധ്യത്തിലും ഇസ്ലാം ലോകത്തിലെ ഏറ്റവും വലിയ മതമായിട്ട് ശക്തി പ്രാപിക്കണമെങ്കിൽ അതിന്റെ പിറകിലെ സത്യം, അതിന്റെ പിറകിലെ കരുണയും സമാധാനവുമാണ്, സമത്വമാണ്, സമഭാവനയാണ്. നമ്മുടെ രാജ്യത്ത് ജാതിയുടെ പേരിൽ മനുഷ്യർ തമ്മിൽ അകലം പാലിക്കേണ്ടിയിരുന്ന ഒരു കാലമുണ്ട്. തൊട്ടുകൂടായ്മ, അയിത്തം, അസ്പൃശ്യതയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്തേക്കാണ് ഇസ്ലാം കടന്നു വന്നത്. ആരും തൊടാത്തവരെ ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്ന ഒരു പുതിയ സംസ്കാരം ഇസ്ലാം ഇവിടെ ഉണ്ടാക്കിക്കൊടുത്തു. സഹിക്കുമോ ആഗോള ക്യാപിറ്റലിസത്തിന്? സഹിക്കുമോ ജാതീയതയ്ക്ക്? സഹിക്കുമോ സവർണദേശീയതയ്ക്ക്? ഫാഷിസത്തിന്? പിന്നീട് ജർമ്മനിയിലും ഇറ്റലിയിലുമൊക്കെ ആവിർഭവിച്ച ഫാഷിസം, നാത്സിസം, അതിന്റെയൊക്കെ പ്രചാരകരായിരുന്നു മുമ്പ് ഉദ്ധരിച്ച ഗോൾവാക്കറും സവർക്കറും ഒക്കെ. എഴുതി വച്ചു, നേരിട്ട് പറഞ്ഞു, ഇന്ത്യക്കും ആവശ്യം ഹിറ്റ്ലറെ പോലെയുള്ള ഭരണാധികാരികളെയാണെന്ന്, ഇന്ത്യക്കും ആവശ്യം ജർമ്മനിയിൽ ഹിറ്റ്ലർ നടപ്പിലാക്കിയ നാത്സിസമാണെന്നും ഫാഷിസമാണെന്നും തുറന്നു പറയാൻ മടിയില്ലാത്ത, അതല്ലേ ഭീകരവാദം? അതല്ലേ ഭീകര സംഘടന? ഈ ചോദ്യങ്ങൾ ഉയർത്തുവാൻ നമ്മൾ നട്ടെല്ല് നിവർത്തിപ്പിടിക്കേണ്ട ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഈ അമേരിക്കയോട് ചേർന്ന് ഇസ്രായേലും ആ കൂടെ ഇന്ത്യയും ചേർന്നിരിക്കുകയാണ്. അവരുടെ ഒരു പൊതുശത്രുവായിട്ട് ഇസ്ലാമിനെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ഞാനിതിവിടെ നിൽക്കുന്നത് ഒരു ഇന്ത്യക്കാരനായിട്ട്